നോക്കാണ് നിങ്ങള് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ, മൊത്തം മനുഷ്യൻ ഭാര്യനോടുള്ള ദേഷ്യം സ്വയം കാൽമടിച്ച് തീർക്കാണ്. ഓളെ തൊടാൻ പറ്റൂല. करो करो करो, मैं दिखाऊंगी, खुद ही लगे होते अपने साथ। करो करो, सैको इंसान है, मेरे साथ जिंदगी मैंने इसके साथ गुजारी। सैको लोगों देखो देखो, ये सैको इंसान मेरे साथ ऐसे करता है, ये मेरे साथ लोग ऐसे कहता है, ये ऐसे मुझे पागल करता है इंसान। ये इंसान मुझे ऐसे पागल करता है, घर में ऐसे तमाशे लगाता है। इस सैको के साथ मैं रह रही हूँ। വല്ലാത്തൊരു ജീവിതമല്ല ആ ഭർത്താവിന്റെ. പാവം. അയാള് ദേഷ്യം ഫുള്ള് തീർക്കണം മൂപ്പർ കാൽമ ചെരുപ്പടി അടിച്ചിട്ടുണ്ട്. കാരണം ഒന്നെങ്കിൽ ഇയാള് പെണ്ണ് തെരഞ്ഞ് അവസാനം പെണ്ണിട്ടതായിരിക്കും. ഇത് കാര്യമൊക്കെ വേറെ പെണ്ണിട്ടില്ല. അല്ലെങ്കിൽ ആ നാട്ടിലത്തെ ഏറ്റവും നല്ല മുതലാളിന്റെ ആചാര മോളായിരിക്കും, സമ്പത്തൊക്കെ കിട്ടിയതായിരിക്കും. ഓളെ തൊടാൻ പറ്റൂല. എല്ലാ പണി ഇതാണ് അടിമ ജീവിതം എന്ന് പറഞ്ഞത്. കൂസനാണ് ഇയാള്. ഭാര്യ നല്ല ബുദ്ധിയും തന്നെയുള്ള ഭാര്യ ഒരിക്കലും ഇങ്ങനെ ചെയ്യിപ്പിക്കില്ല കേട്ടോ. ഭർത്താക്കന്മാരെ കൊണ്ട് ഓളെ കുളിപ്പിച്ചു കൊടുക്കേണ്ടി വരും, ഓളെ മുടി വാർന്നു കൊടുക്കേണ്ടി വരും, പെരേത കംപ്ലീറ്റ് പണി അടിക്കലും തുടക്കലും. ഓളെ കംപ്ലീറ്റ് ഡ്രസ്സ് അലക്കേണ്ടി വരും, അടിവസ്ത്രം മാറ്റി ഇന്നർ അടക്കം. ഓള് പുറത്ത് പോകുമ്പോൾ ഓളെ സാരിത്വം കുടിക്കേണ്ടി വരും. ഓള് പറഞ്ഞ അപ്പുറത്തേക്ക് വേറെ ഇല്ല. എല്ലാ പണിയും കഴിഞ്ഞ് ആ മനുഷ്യൻ ബെഡിൽ കിടക്കാൻ വന്നപ്പോൾ ഓള് പറയാണ് കോഴിക്കോട് ഡോർ അടച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അയാൾക്ക് പ്രാന്തല്ല. അയാൾ ദേഷ്യം തീർക്കും. മക്കളെ എല്ലാം ശ്രദ്ധിച്ചോണ്ടി.